ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയും സുധീഷും ഹണിമൂണിന് പോകുമ്പോൾ നിധിയുടെ നിർബന്ധപ്രകാരം സുഭാഷും ഹരീഷും നികേഷും ഒപ്പം പോവുകയാണ്. വീട് നന്നായി നോക്കിക്കോണമെന്ന് ഭാസ്കരനോട് പറഞ്ഞിട്ടാണ് നിധിയും സുഭാഷും പോകുന്നത്. രാത്രി ഭാസ്കരൻ കൂട്ടുകാരെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. സ്നാക്സും മദ്യവും ഒക്കെയായി അവർ ഹോളിലേക്ക് ഇരിക്കുന്നു. ഭാസ്കരൻ മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ കൂട്ടുകാരെല്ലാവരും ചുറ്റും നോക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? അപ്പൊ ഒരാൾ പറയണ, അതൊന്നുമില്ല ഭാസ്കര, വീടിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴാ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി കണ്ടത്. ഒരാൾ പറയുന്നു, ഭാസ്കരൻ ഞങ്ങളെ ആരെയും വീട്ടിലേക്ക് കൊണ്ടുവരില്ലല്ലോ. അപ്പൊ ഭാസ്കരൻ പറയണ, നിന്റെ വീട്ടിൽ പോലും കയറ്റാറില്ല, പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണോ? എന്റെ മക്കൾക്കാർക്കും നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളുടെ രീതിയും പെരുമാറ്റവും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതൊക്കെ എവിടെ നിൽക്കട്ടെ, നിങ്ങളെടുത്ത് കുടിക്കാൻ നോക്ക്. അങ്ങനെ അവർ ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് മദ്യപിക്കുകയാണ്. ഒരാൾ ചോദിക്കുന്ന, ഭാസ്കര സൈഡ് ഡിഷ് ഒന്നും ഇല്ലേ, വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണമായിരുന്നെന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഒരാൾ ചോദിക്കണ, വീട്ടില് മുട്ടയില്ലേ, മുട്ട ഉണ്ടായിരിക്കുമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ അയാൾ പറയണ, നിങ്ങൾ എല്ലാവരും ഇരിക്കും, ഞാൻ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും മുട്ട ഉണ്ടാക്കിക്കൊണ്ടുവരാം. അങ്ങനെ അയാൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുകയാണ് ഭാസ്കരനും ഫ്രണ്ട്സും. മദ്യപിച്ച് ലക്ക് കേട്ട ഒരു കൂട്ടുകാരൻ നിധിയുടെ റൂമിലേക്ക് പോവുകയാണ്. ഭാസ്കര AC ഇട്ടാലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, അയ്യോ അങ്ങോട്ട് പോവല്ലേ, നിക്കട അവിടെ, വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ ആ റൂമിൽ നിന്ന് ഇറക്കി ഭാസ്കരൻ പറയുകയാണ്, അതെന്റെ മരുമകളുടെ റൂമാ, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നാ മതി. ശരി ശരി എന്ന് പറഞ്ഞ് അവർ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അടുത്ത ദിവസവും ഭാസ്കരനും ഫ്രണ്ട്സും കിളിക്കൂട്ടിലിരുന്ന് മദ്യപിക്കുകയാണ്. അതിലൊരാൾ പറയുന്നു, ഭാസ്കര ഇന്നലെ നമ്മള് സൈഡ് ഡിഷ് ഇല്ലാതെ കഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഭാസ്കരൻ ചോദിക്കുന്നു, ചിക്കനോ, എടുക്ക് നമുക്ക് കഴിക്കാം. അയാൾ ചോദിക്കണ, പച്ചയ്ക്ക് കഴിക്കൂ? അപ്പൊ ഭാസ്കരൻ പറയണ, നീ ചിക്കൻ 65 അല്ലേ വാങ്ങിച്ചോണ്ട് വന്നേ? അപ്പൊ അയാൾ പറയണ, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം, ഞാൻ നന്നായി ചിക്കൻ കറി ഉണ്ടാക്കും. അങ്ങനെ ഭാസ്കരന്റെ കൂട്ടുകാരൻ ചിക്കൻ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. ഭാസ്കരൻ മുറുക്കെ പറയുന്നു, എടാ നന്നായിട്ട് ഉണ്ടാക്കണേ. മദ്യപിച്ച് ലക്ക് കേട്ട അയാൾ അടുക്കളയിൽ നിന്ന് ചിക്കൻ ഉണ്ടാക്കുകയാണ്. തുടർന്ന് എല്ലാവരും വീണ്ടും മദ്യപിക്കുകയാണ്. അയാൾ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ എന്റെ ചിക്കൻ? അവർ പറയുന്നു, നന്നായിരുന്നു. ഒരു പായുമായി അവിടേക്ക് വന്ന ഭാസ്കരൻ പറയണ, ദാ എല്ലാവരും ഈ പായിട്ട് ഇവിടെ കിടന്നോ, നിങ്ങൾ എല്ലാവരും എന്റെ സ്കൂളിലെ കൂട്ടുകാരാ, ഈ വീട് നിങ്ങളുടെയാ, എൻജോയ് ചെയ്യ്. അവർ പറയുന്നു, ശരിയടാ ഭാസ്കര. ഹാളിലെ സോഫയിലേക്ക് കിടക്കുന്ന ഭാസ്കരൻ അവരോട് പറയുന്നു, തലേണ വേണമെങ്കിൽ റൂമിലുണ്ട്, നിങ്ങൾ എടുത്തോണേ. ശരി ഭാസ്കര എന്ന് അവർ പറയുമ്പോൾ ഭാസ്കരൻ റേഡിയോയിൽ പാട്ടും കേട്ട് കണ്ണടച്ചു കിടക്കുകയാണ്. ഭാസ്കരൻ ഉറങ്ങിയതിനു ശേഷവും കൂട്ടുകാരെല്ലാവരും അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അതിലൊരാൾ നിധിയുടെയും സുധീഷിന്റെയും റൂമിലേക്ക് പോവുകയാണ്. ഇതൊന്നും ഭാസ്കരൻ അറിയുന്നില്ല. തുടർന്ന് ഹണിമൂണൊക്കെ ആഘോഷിച്ച് നിധിയും സുധീഷും സുഭാഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം രാവിലെ കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. എല്ലാവരും ക്ഷീണത്തോടുകൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ അയാൾ അകത്ത് കാണുമോ അതോ എവിടെയെങ്കിലും പോയി കാണുമോ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എന്റെ കയ്യിൽ കീ ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ സുഭാഷ് ബാഗിൽ നിന്നും വീടിന്റെ കീ എടുക്കുകയാണ്. സുഭാഷേട്ടാ കീ ഇങ്ങിതാ, ഞാൻ തുറക്കാം, നിങ്ങൾ ബാഗ് എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് നിധി വാതില് തുറക്കാനായി പോകുന്നു. സുധീഷ് പറയുന്നു, കൈയും കാലും ഒക്കെ വേദനിക്കുന്നു, ഇത്രയും ഡ്രൈവ് ചെയ്തത് കൊണ്ടായിരിക്കും. അപ്പൊ സുഭാഷ് പറയണ, സാരമില്ലടാ, ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചു കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ സുധീഷ് പറയണ, പെട്ടെന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി തരണേ സുഭാഷേട്ടാ. നിധി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. വാതിലിന്റെ അരികിൽ കിടക്കുന്ന ഒരാളുടെ കാലിൽ തട്ടുകയാണ് നിധി. ആരാതെന്ന് മദ്യപിച്ച് ലക്ക് കിട്ട അയാൾ ചോദിക്കുമ്പോൾ നിധി ഭയത്തോടുകൂടി ഉറക്കെ സുഭാഷേട്ടാന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തുപറ്റി നിധി, എന്താന്ന് ചോദിച്ച് സുധീഷും സുഭാഷും നികേഷും ഹരീഷും അവിടെ കൂടി വരികയാണ്. അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ അകത്താരോ കിടപ്പുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, എന്ത് അകത്താരോ കിടപ്പുണ്ടെന്നോ, ആരാത്? മോൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷും നികേഷും ഹരീഷും പിന്നാലെ പോവുകയാണ്. മദ്യപിച്ച് ലക്ക് കിട്ട് കിടക്കുന്ന ഭാസ്കറിന്റെ ഫ്രണ്ടിനെ കണ്ട് സുഭാഷ് ചോദിക്കാണ്, ഇയാൾ ആരാ? ഹാളിലേക്ക് വരുന്ന അവർ കാണുകയാണ് മദ്യപിച്ച് ലക്ക് കിട്ട് കിടന്നുറങ്ങുന്ന ഭാസ്കറിന്റെ ഫ്രണ്ട്സിനെ. ഭാസ്കരനും അവിടെ കിടപ്പുണ്ട്. ഹാളെല്ലാം വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. മദ്യക്കുപ്പിയും സ്നാക്സും പാത്രങ്ങളും ഒക്കെ അലങ്കോലമായി കിടക്കുന്നു. എല്ലാവരും ചുറ്റും നോക്കി മൂക്ക് പൊത്തി പിടിക്കുകയാണ്. അവിടേക്ക് വന്ന നിധിയും മൂക്ക് പൊത്തി പിടിക്കുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, ഏട്ടത്തി എന്തിനകത്തേക്ക് വന്നേ? നിധി പുറത്തേക്ക് പോകുന്ന സുധീഷ് പറയുമ്പോൾ നികേഷ് പുറത്തേക്ക് ഓടി പോവുകയാണ്. നികേഷ് എന്ന് വിളിച്ച് നിധി പിന്നാലെ ഓടി പോകുന്നു. പുറത്തേക്ക് ഓടി വന്ന നികേഷ് വൊമിറ്റ് ചെയ്യുകയാണ്. അയ്യോ നികേഷ് എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന നിധി പുറം തടവി കൊടുക്കുന്നു. ഭാസ്കരനെ തട്ടി വിളിച്ചുകൊണ്ട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛ എന്താച്ച ഇതെല്ലാം, എഴുന്നേക്ക്, എന്താച്ച ഈ വീട് ഇങ്ങനെയാക്കിയത്? അപ്പം ഉറക്കത്തിൽ ഭാസ്കരൻ പറയുകയാണ്, വീട് നന്നായിട്ടിരിക്കുകയാണല്ലോ, എഴുന്നേക്കച്ച എന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെ തട്ടി വിളിക്കുമ്പോൾ തറയിൽ കിടക്കുന്ന ഭാസ്കരന്റെ ഫ്രണ്ട്സിനെ തട്ടി ഉണർത്താനായി ശ്രമിക്കുകയാണ് സുധീഷും ഹരീഷും. എടോ എഴുന്നേക്കടോ, എഴുന്നേക്കാനാ പറഞ്ഞത്, ആരും എഴുന്നേൽക്കുന്നില്ല, അച്ഛ എഴുന്നേക്കെന്ന് പറഞ്ഞ് ഭാസ്കരനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. കണ്ടു തുറന്ന ഭാസ്കരനോട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛ ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ? അച്ഛനെ വിശ്വസിച്ച് വീട് ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ഇവിടെ മദ്യപിച്ച് കൂത്താടുകയായിരുന്നു. ടെൻഷനോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയുന്നു, എടാ എഴുന്നേക്ക്
എഴുന്നേറ്റ് പോടോ. അതിലൊരാൾ പറയുന്നു, ഭാസ്കര ഞാൻ പറഞ്ഞതല്ലേ 12 മണിക്ക് വിളിച്ചാൽ മതിയെന്ന്. അപ്പൊ ഭാസ്കരൻ പറയണ, എടോ എഴുന്നേറ്റ് പോകാനാ പറഞ്ഞത്. അപ്പൊ ഒരാൾ ചോദിക്കുന്നു, ഭാസ്കര നീ എന്തിനാ ഞങ്ങളെ വിരട്ടുന്നത്? അപ്പൊ ഭാസ്കരൻ പറയണ, എന്റെ മക്കൾ എല്ലാവരും വന്നു, നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നുണ്ടോ? അയാൾ ചോദിക്കുന്നു, നിന്റെ മക്കളോ? അവര് വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, ഇറങ്ങി പോടോ, എഴുന്നേക്കടോ, ഇറങ്ങി പോന്ന് പറഞ്ഞ് ഭാസ്കരന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്താക്കുകയാണ് സുധീഷും ഹരീഷും സുഭാഷും. അതിലൊരാൾ പറയുന്നു, ഭാസ്കര ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. അവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയണ, ഇനി ഈ വീടിന്റെ ഭാഗത്തേക്ക് വന്നാൽ തല്ലി കൊല്ലും ഞാൻ, ഇവിടെ കണ്ടുപോകരുതിനി. നികേഷ് നീ ഓക്കെ ആണോടാ? ഓക്കെ സുധീഷ് ഇട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛ ഇതെല്ലാം എന്താ? അച്ഛനെ വിശ്വസിച്ചല്ലേ വീട് ഏൽപ്പിച്ചിട്ട് പോയത്? ആരെയൊക്കെയോ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യപിച്ച് വീടെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണല്ലോ. നാണമില്ലേ നിങ്ങൾക്ക്? എന്താ അച്ഛൻ ഇങ്ങനെയായി പോയത്? ഒരിക്കലും മാറില്ലേ? ദേഷ്യത്തോടു കൂടി അരികിലേക്ക് വന്ന് ഭാസ്കറിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് സുധീഷ് ചോദിക്കുന്നു, എടോ വീട്ടിൽ താൻ എന്താണോ ചെയ്തത്? ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നോ? റോഡെ കൂടെ പോകുന്നവരെ വീടിച്ചകത്തേക്ക് കയറ്റി മദ്യപിക്കാൻ. ഇത്രയും കാലവും പുറത്തു പോയായിരുന്നോ കള്ളു കുടിക്കുന്നത്? ഇപ്പം കൂട്ടുകാരെയും കൂട്ടി വീടിനകത്ത് കയറി കള്ളു കുടിച്ചു തുടങ്ങിയോ? അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞ് സുധീഷിന്റെ കൈ തട്ടിമാറ്റി ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ വരുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ എല്ലാവരും പോയി സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കണ്ടേ? ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കുടിക്കുന്നത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ അതുകൊണ്ട് കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടിൽ കണ്ടവന്മാരെയൊക്കെ വിളിച്ചു കയറ്റണോ? ഇതൊരു വീടല്ലേ? ഈ വീട്ടിലൊരു പെണ്ണില്ലേ? ആ ചിന്തയുണ്ടോ അച്ഛന്? കണ്ടവന്മാരെയൊക്കെ വീട്ടിൽ കയറ്റി കള്ളു കുടിച്ച് വീടെല്ലാം അലങ്കോലമാക്കിയില്ലേ? എന്തൊരു നാണക്കേടാ, വീട്ടിനകത്തെല്ലാം നാർന്നു. ഇതിനകത്ത് എങ്ങനെയാ കഴിയുക? അപ്പൊ ഭാസ്കരൻ പറയണ, അവരാരും കണ്ടവരല്ല, എന്റെ സ്കൂളിലെ ഫ്രണ്ട്സാ. കുഞ്ഞുനാള് മുതലേ ഞങ്ങള് കൂട്ടുകാരാ. സാധാരണ ഞാൻ അവരുടെ കൂടെ പുറത്തു പോയാണ് മദ്യപിക്കാറുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് അവനെ വീട്ടിലേക്ക് വിളിച്ചു. മദ്യപിച്ചത് കുറച്ച് ഓവറായി പോയി, അതിനിപ്പോ എന്താ? ഇത് കേട്ട് ഹരീഷ് പറയണ, അതിനെന്താണെന്നോ? ഇയാളുടെ കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് ഒരു ബാറ്റും എടുത്ത് ഹരീഷ് ഭാസ്കരന്റെ നേരെ വരുമ്പോൾ ഹരീഷ് എന്താ ചോദിച്ച് നിധിയും സുഭാഷും കൂടി ഹരീഷിനെ പിടിച്ചു മാറ്റുകയാണ്. സുധീഷ് പറയുന്നു, നിധി അവനെ വിട്. അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്താ ഹരീഷ് ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഞങ്ങള് കുടിച്ചു, അത് കുറച്ച് ഓവറായി പോയി, അതിനിപ്പോ എന്താ? അതിനെന്താണെന്നോ? നിങ്ങളെ ഞാൻ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞ് സുധീഷ് ഭാസ്കരനെ അടിക്കാനായി വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കും സുധീഷ് എന്ന് പറഞ്ഞ് നിധിയും സുഭാഷും കൂടി സുധീഷിനെ പിടിച്ച് മാറ്റുകയാണ്. സുഭാഷ് പറയുന്നു, മോളെ നിധി മോൾ അകത്തേക്ക് പോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ഭാസ്കരൻ പറയണ, നിങ്ങൾ മാത്രം ഹണിമൂണിനൊക്കെ പോയി സന്തോഷമായിട്ടിരിക്കുന്നു, എനിക്കും സന്തോഷമായിട്ടിരിക്കണ്ടേ? അച്ഛൻ പുറത്തേക്ക് പോയേ. ഇറങ്ങി പോകുന്ന സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കണ, ഞാൻ എന്തിനാ പോകുന്നത്? ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് വരുന്ന നിധി കാണുകയാണ്. റൂമിൽ മദ്യക്കുപ്പിയും ചീട്ടും സ്നാക്സും ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കിയൊക്കെ. നിധിക്ക് വൊമിറ്റ് ചെയ്യാനായി തോന്നുകയും റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി വരികയാണ്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, നിധി എന്തു പറ്റി നിധി? അപ്പൊ നിധി പറയണ, അകത്ത് റൂമില്. ടെൻഷനോട് കൂടി ഭാസ്കരൻ മനസ്സിൽ പറയണ, അവരാ റൂമിലും കയറിയോ? റൂമിലേക്ക് വന്ന സുധീഷ് റൂമെല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് ചോദിക്കുന്നു, എടോ നിങ്ങള് നിധിയുടെ റൂമിലും കയറിയോ? നിങ്ങളെ ഇന്ന് ഞാൻ കൊല്ലാതെ വിടില്ല. അങ്ങനെ സുധീഷ് തറയിൽ കിടക്കുന്ന ഒരു മദ്യക്കുപ്പി എടുത്ത് ഭാസ്കരനെ അടിക്കാനായി വരികയാണ്. സുധീഷ് എന്ന് വിളിച്ച് സുഭാഷ് സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ്. ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ പറയുന്ന കേക്ക്. കണ്ടു നിറങ്ങിയ നിധി പറയണ, സുധീഷേ വേണ്ടെന്നാ പറഞ്ഞേ. സുധീഷ് പറയണ, സുഭാഷേട്ടാ അകത്തേക്ക് വന്ന് നോക്ക്, മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും അവിടെ. ഇതെന്താ ലോഡ്ജാണോ? ഹോളിൽ കുടിച്ച് നശിപ്പിച്ചത് പോരാഞ്ഞ് നിധിയുടെ റൂമിൽ പോയിരുന്നു കുടിച്ച് നശിപ്പിച്ചിരിക്കുക സുഭാഷേട്ടാ. എന്തൊരു സ്നേഹം ആ മരുമകളോട്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ ആ മരുമകളുടെ റൂമിൽ തന്നെ കയറിയിരുന്ന് മദ്യപിക്കുന്നു. ഇയാൾക്ക് നാണമില്ലേ? ദേഷ്യത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ എന്താ അച്ഛാ ഈ ചെയ്തു വെച്ചിരിക്കുന്നേ? അപ്പൊ ഭാസ്കരൻ പറയണ, എടാ പുറത്ത് നല്ല ചൂടായിരുന്നു, അത് ആ റൂമിൽ പോയി AC ഇട്ട് വിരൽ ചൂണ്ടി സുഭാഷ് പറയുന്നു, മിണ്ടരുത്. നിധി ഇല്ലാത്തപ്പോൾ ആ കുട്ടിയുടെ റൂമിന്റെ ഭാഗത്തേക്ക് പോലും ഞങ്ങൾ പോകാറില്ല. അച്ഛനിപ്പം നിധിയുടെ റൂമിൽ പോയി കുടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നു. അച്ഛൻ എന്തിന്റെ കുറവുള്ളത്? അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ഈ വീട്ടിൽ താമസിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കാറുണ്ടോ? ദിവസവും കള്ളു കുടിച്ചിട്ട് വരുന്നു, അതിനെക്കുറിച്ച് ഒരു വാക്ക് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞങ്ങൾ നല്ല രീതിയിലല്ലേ അച്ഛനോട് പെരുമാറാറുള്ളൂ, എന്നിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ തരംതാണ് പോയത്? ഞങ്ങൾക്ക് നാണക്കേട് തോന്നുവാച്ച. അപ്പൊ ഹരീഷ് പറയണ, വയ്യാതിരുന്നത് കണ്ടപ്പോൾ പാവം തോന്നി, പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്ത കാര്യത്തിനുണ്ടല്ലോ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇയാൾ എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? കൊന്നു കളഞ്ഞേക്കാം. അങ്ങനെ ഹരീഷ് ഭാസ്കരനെ തല്ലാനായി ചെല്ലുമ്പോൾ സുഭാഷ് ഹരീഷിനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. നിധി പറയുന്നു, ഹരീഷ് വേണ്ട. അപ്പൊ ഹരീഷ് പറയുന്നു, വിട് സുഭാഷേട്ടാ, നമ്മള് ദേഷ്യപ്പെടും, ബഹളം വെക്കും, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിലാ ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത്. ശിക്ഷ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇയാള് പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ഹരീഷ് ഭാസ്കരന്റെ നേരെ ചെല്ലുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെ പിടിച്ചു മാറ്റുകയാണ്. അപ്പൊ ഹരീഷ് പറയുന്നു, നാട്ടുകാർ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അവരെ എനിക്ക് തല്ലാൻ തോന്നിയിട്ടുണ്ട്, പക്ഷെ അവരെയല്ല തല്ലേണ്ടത്, ഇയാളെയാ തല്ലേണ്ടത്. എല്ലാത്തിനും കാരണക്കാരൻ ഇയാളല്ലേ? ഭാസ്കരൻ പറയുന്നു, സോറി, ഞാൻ അറിയാതെ ചെയ്തതാണ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നടന്നു, അത് വിട്ടേര്. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് ചോദിക്കുന്നു,
ചോദിക്കുന്നു, വിടാനോ? ഹലോ, അവിടെ നിന്നെ. വരുന്ന ദേഷ്യത്തിന് നിങ്ങളെ ഞാനുണ്ടല്ലോ. ഭാസ്കരൻ അവിടെ നിന്ന് ഓടി പോവുകയാണ്. സുധീഷ് വേണ്ടാന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ് സുഭാഷ്. പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ സൈക്കിളിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുന്നു, ഭാസ്കര തിരിച്ചു വന്നാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സൈക്കിളുമായി ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ നിധി, സോറി, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോളെ. ഞാൻ റൂം എല്ലാം ക്ലീൻ ചെയ്യാം മോളെ, ഒരു 5 മിനിറ്റ്. എടാ ഹരീഷേ, ഇതെല്ലാം എടുക്ക്. സുധീഷേ, നിധിയുടെ റൂം ക്ലീൻ ചെയ്യ്, ഞാൻ പോയി തുടയ്ക്കാൻ മോപ്പൊക്കെ എടുത്തോണ്ട് വരാം. അങ്ങനെ സുഭാഷ് മോപ്പ് എടുക്കാനായി പോകുമ്പോൾ ഹരീഷ് അവിടെയൊക്കെ വൃത്തിയാക്കാനായി തുടങ്ങുകയാണ്. സുധീഷ് പറയുന്നു, നിധി സോറി, ഒരു 2 മിനിറ്റ്സ്, ഞങ്ങൾ ഇവിടെയെല്ലാം വൃത്തിയാക്കിക്കോളാം. ആദ്യം റൂം തന്നെ വൃത്തിയാക്കാം. മോപ്പുമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, സുധീഷേ വാ. സുധീഷും സുഭാഷും കൂടി റൂമെല്ലാം വൃത്തിയാക്കുകയാണ്. ഹരീഷും നികേഷും ഹോളും അടുക്കളയും എല്ലാം വൃത്തിയാക്കുന്നു. നിധി ചുറ്റും നോക്കുമ്പോൾ ഹരീഷ് പറയണ, സോറി ഏട്ടത്തി, കുറച്ചുനേരം പുറത്തു നിൽക്ക്, ഞങ്ങൾ ഇവിടെയെല്ലാം വൃത്തിയാക്കട്ടെ. ശരിയെന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാസ്കരൻ പതിയെ ചുറ്റും നോക്കി വീടിനകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷ് പറയുന്നു, വാച കേറി വാ. അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഇതുവരെ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടില്ല. എന്താ അച്ഛൻ ഇങ്ങനെ ആയി പോയത്? നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ക്ഷമിക്കും. അതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണോ? എന്തിനെങ്ങനെ ദേഷ്യം വരുന്ന രീതിയിൽ പെരുമാറുന്നത്? ഇതൊക്കെ വലിയ തെറ്റ. ഇതൊരു വീടാ, ലോഡ്ജല്ല. അച്ഛനെന്താ ഇങ്ങനെ ആയി പോയെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, വാ മോളെ, വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ചോദിക്കും മോളെ, നിങ്ങൾ കുടിച്ച് വീടെല്ലാം നശിപ്പിച്ചിട്ടില്ലേ? ഞങ്ങൾ 4 പേരും രാവിലെ മുതൽ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക, ഇതുവരെ വീടെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞില്ല. അങ്ങനെ കൈകൂപ്പി സുഭാഷ് പറയുന്നു, അച്ഛാ ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ ചെയ്യല്ലേ, ഇനിയെങ്കിലും ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റ്. അങ്ങനെ ദേഷ്യത്തോടുകൂടി സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ് ഭാസ്കരൻ. നിധി അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, ഇനി നിനക്കെന്താ പറയാനുള്ളത്? അപ്പൊ നിധി ചോദിക്കണ, ചായ എടുക്കട്ടെ. ഭാസ്കരൻ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അരികിലേക്ക് ഇരുന്ന് നിധി ചോദിക്കണ, അച്ഛന്റെ പ്രശ്നം എന്താ? എനിക്ക് എന്ത് പ്രശ്നമാണെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയണ, അച്ഛനിപ്പം ഒരുപാട് കുടിക്കുന്നുണ്ട്. അപ്പൊ ഭാസ്കരൻ ചോദിക്കണ, ഞാൻ കുടിച്ചാൽ നിനക്കെന്താ? ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിധി സ്നേഹം കൊണ്ടല്ലേ ചോദിച്ചത്, ഇങ്ങനെ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ അച്ഛാ? അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കട്ടെ. പണ്ടൊക്കെ മക്കളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചു കുടിച്ചു. ഇപ്പം വണ്ടി ഓടിച്ച് അച്ഛൻ തന്നെ കാശുണ്ടാക്കുന്നുണ്ട്. എത്ര സമ്പാദിക്കുന്നുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കള്ളുകൂടി മാത്രമേ നടക്കുന്നുള്ളൂ. മൊത്തം കാശും കള്ളു കുടിച്ചു തീർക്കുക. അതെനിക്ക് നന്നായി മനസ്സിലായി. നിധിയുടെ ഭാസ്കരൻ പറയണ, എന്റെ കാശിനെ ഞാൻ കുടിക്കുന്നു, അതിനിപ്പോ എന്താ? അപ്പൊ നിധി പറയണ, അത് അച്ഛന്റെ കാശ് തന്നെയാ, അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് കള്ളു കുടിച്ച് കളയണമെന്നുണ്ടോ? അച്ഛന്റെ ശരീരത്തെ ബാധിക്കില്ലേ അത്? BP കൂടി ഹോസ്പിറ്റലിൽ പോയതൊക്കെ അച്ഛൻ മറന്നോ? ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ചെക്ക് ചെയ്യാമെന്ന് കരുതി വിളിച്ചാലും വരത്തില്ലല്ലോ. ഡെയിലി ഇങ്ങനെ കുടിച്ചാൽ എന്താകുമെന്നറിയോ? ഹാർട്ട് ഒരു ദിവസം പെട്ടെന്ന് നിൽക്കും. അപ്പൊ ഭാസ്കരൻ പറയണ, പെട്ടെന്ന് നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഈ വീട് നിലനിന്ന് പോകുന്നത് ഞാനുള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, മോളെ നിധി, മോൾ ഇത് വിട്ടേര്, അച്ഛനോട് സംസാരിക്കണ്ട. സുധീഷും ഹരീഷും പറയുന്നതാ ശരി. അപ്പൊ ഭാസ്കരൻ പറയണ, ഒരു സുധീഷും ഹരീഷും. അപ്പൊ നിധി പറയണ, അച്ഛാ ഒന്ന് സമാധാനത്തോടു കൂടി ചിന്തിച്ചു നോക്ക്. അച്ഛൻ കുടിച്ചിട്ട് ചെയ്തതൊക്കെ ശരിയാണോ? കണ്ടവരെയൊക്കെ വീട്ടിലേക്ക് കയറ്റി അവരൊക്കെ ആരാ എന്താന്ന് പോലും അറിയില്ല. നേരത്തെ തന്നെ ഈ വീടിനെ കുറിച്ച് എന്തൊക്കെയാ നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ ആരൊക്കെയോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കള്ളുകൂടിയും തുടങ്ങി. നാട്ടുകാർ എന്ത് വിചാരിക്കും? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിനൊരു വിലയില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ വീടിനെ കുറിച്ച് നല്ലത് പറയുന്നതെന്നായിരിക്കും അവര് ചിന്തിക്കുക. അപ്പൊ ഭാസ്കരൻ പറയണ, അവരാരും കണ്ടവരല്ല, അവരെന്റെ കൂട്ടുകാരാ, ചെറുപ്പം മുതലേ അറിയാവുന്ന കൂട്ടുകാര്. ഇത് കേട്ട് സുഭാഷ് പറയണ, നല്ല കൂട്ടുകാരാ. അച്ഛന്റെ ഫ്രണ്ട്സ് ഇതുവരെ ഒരു നല്ല കാര്യവും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന കൂട്ടുകാര്, ഇവരൊക്കെയാണോ അച്ഛന്റെ ഫ്രണ്ട്സ്? അപ്പൊ നിധി പറയണ, അച്ഛൻ പറയുന്ന ഇവരൊന്നും അച്ഛന്റെ ഫ്രണ്ട്സ് അല്ല, അതാദ്യം മനസ്സിലാക്ക്. ഒരു ഫ്രണ്ട്സും ഒരാളുടെ വീട്ടിലേക്ക് വന്ന് മോശപ്പെട്ട രീതിയിൽ പെരുമാറില്ല. അവരൊരു വീട്ടിൽ കിടക്കുന്നത് പോലെയാണോ കിടന്നത്? ഏതോ റോഡിൽ കിടക്കുന്നത് പോലെ കിടന്നത്. വീട്ടിലേക്ക് വന്ന് അവരുടെ കോലം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ നാ പോലും കിടക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് മോശമായിട്ട് അവർ ഈ വീട് ഉപയോഗിച്ചത്. അതിന് അച്ഛനും സമ്മതിച്ചു. പുറത്തേക്ക് പോയ ഞങ്ങള് തിരിച്ചു വരില്ല, അങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. കുടിച്ച് ഇവിടെല്ലാം നശിപ്പിച്ചിട്ടാൽ പോയവര് തിരിച്ചു വരുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു അച്ഛന്. അപ്പൊ ഭാസ്കരൻ പറയണ, ഇത് എന്റെ വീടല്ലേ, എന്റെ ഇഷ്ടത്തിന് എനിക്കിവിടെ ജീവിക്കാമല്ലോ. അപ്പൊ നിധി പറയണ, അങ്ങനെ അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ അച്ഛൻ തനിച്ചിവിടെ താമസിച്ചാ മതി. അപ്പൊ സുഭാഷ് പറയണ, മോളെ നിധി, എന്തിനാ ഇയാളോടൊക്കെ സംസാരിക്കാൻ പോകുന്നേ? ഒരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കില്ല. അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിനെ ജീവിക്കും. ഇത് കേട്ട് നിധി പറയണ, ദയവ് ചെയ്ത് ഇതിനി റിപ്പീറ്റ് ചെയ്യരുത്. അച്ഛൻ കാരണം എല്ലാവർക്കും വിഷമമാ. ഇവരൊക്കെ അച്ഛന്റെ മക്കളല്ലേ, ഇവരെയൊക്കെ കഷ്ടപ്പെടുത്തരുതെന്നല്ലേ അച്ഛൻ ചിന്തിക്കേണ്ടത്? കണ്ടില്ലേ, രാവിലെ മുതൽ അച്ഛനും കൂട്ടുകാരും കുടിച്ച് നശിപ്പിച്ചിട്ട വീട് ക്ലീൻ ചെയ്യുകയായിരുന്നു അവർ. ഇതൊക്കെ വലിയ
തെറ്റാണ്. അപ്പൊ ഭാസ്കരൻ പറയണ തെറ്റാണ് മോളെ, ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ വരുന്നതിന് മുമ്പേ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ അതിനു മുമ്പേ വന്നു. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അപ്പം അവരെ കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിലിരുന്ന് കള്ളു കുടിച്ചത് ശരിയാണോ? ഇത് കേട്ട് ഭാസ്കരൻ പറയണ അതും തെറ്റാ, ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ശരി മോളെ, ഇനി ഞാൻ കുടിക്കില്ല, ഇതേപോലെ ഒരിക്കലും പെരുമാറില്ല. അപ്പൊ നിധി പറയണ ഇനി അച്ഛൻ കുടിക്കാൻ പാടില്ല. അപ്പൊ ഭാസ്കരൻ പറയണ ഉറപ്പായിട്ടും കുടിക്കില്ല മോളെ, ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇനി ഞാൻ കുടിക്കുവോ? ഞാനും ഒരു മനുഷ്യനല്ലേ. ഭാസ്കരൻ പറഞ്ഞതാ. എന്താ എന്റെ വിശ്വാസമില്ലേ? മോളാണ് സത്യം. ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ നിധിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്ന മോളെ നിധി, അച്ഛന്റെ സത്യമൊന്നും മോള് വിശ്വസിക്കരുത്, മോൾ എഴുന്നേറ്റ് പോ. അപ്പൊ നിധി പറയണ ഇല്ല സുഭാഷ് ഏട്ടാ, അച്ഛൻ സത്യം ചെയ്തിരിക്കുക, അച്ഛനെ വിശ്വസിക്കാമോ? അപ്പൊ ഭാസ്കരൻ പറയുന്നോ വിശ്വസിക്കും മോളെ, മോളുടെ തലയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്തതല്ലേ, ഇനി ഞാൻ കുടിക്കില്ല. വിശ്വാസമാണ് മോളെ ജീവിതം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയണ അച്ഛൻ ഒരിക്കലും മാറില്ല മോളെ, അച്ഛനെ വിശ്വസിക്കരുത്. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് സുഭാഷും സുധീഷും നിധിയും ഹരീഷും നികേഷും എല്ലാം സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഹോളിലിരിക്കുമ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് ഭാസ്കരൻ. എല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ വീഴാനായി തുടങ്ങുമ്പോൾ താങ്ങി പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു, എന്താ ഇത്? കുടിക്കില്ല എന്ന് പറഞ്ഞ നിധിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തതല്ലേ? അതേന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, ഇപ്പൊ വീണ്ടും കുടിച്ചിട്ട് വന്നിരിക്കുന്നു, എന്തിനാച്ചാ ഇങ്ങനെ ചെയ്യുന്നേ? സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ, കുടിച്ച് താഴെ വീഴുന്നെങ്കിൽ താഴെ വീടെടുത്തെന്ന് വിചാരിച്ചാൽ മതിയല്ലോ, എന്തിനാ സുഭാഷ് ഏട്ടൻ അയാളെ താങ്ങി പിടിച്ചത്? ഇത് കേട്ട് നിധി പറയണ സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുക. അപ്പൊ സുധീഷ് പറയണ ഈ മനുഷ്യന് നാണമില്ലേ? നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇയാളും ഇയാളുടെ കൂട്ടുകാരും കൂടി ഇവിടെ കുടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിന് നമ്മളെ എന്തൊക്കെ പറഞ്ഞതാ, എന്നിട്ടും കുടിച്ചിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഇത് കേട്ട് നിധി പറയണ സുധീഷ്, നമ്മൾ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല, രാവിലെ സംസാരിക്കാം, ഇപ്പൊ വിട്ടേര്. ഭാസ്കരൻ ചോദിക്കണ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ കുടിച്ചു, അത് എന്റെ പ്രശ്നമല്ല. ഞാൻ എന്താ ആദ്യമായിട്ടാണോ കുടിച്ചിട്ട് വരുന്നത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങളാരും എന്നെ താങ്ങേണ്ട കാര്യമില്ല. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ ജോലി തീർത്ത് കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ ഭാസ്കരൻ അടുക്കളയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താന്ന് ഭാസ്കരൻ തിരിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, മിണ്ടാതെ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്, പോടാന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയണ ഇയാള് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സുഭാഷ് ഏട്ടാ. സുധീഷിന്റെ കയ്യിൽ പിടിച്ച നിധി പറയുന്നു, വേണ്ട സുധീഷ്, ഇനി അച്ഛന്റെ കാര്യം ആരും ഇവിടെ സംസാരിക്കണ്ട, നമ്മൾ ആരും പറയുന്നത് അച്ഛൻ കേൾക്കില്ല. തുടർന്ന് രാവിലെ എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഹോളിലിരിക്കുമ്പോൾ പാട്ടും പാടി അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, മോളെ ദാ ബിസ്ക്കറ്റ്, സമൂസ, നല്ല ചൂട് സമൂസയാ, കഴിക്ക്. അപ്പൊ നിധി പറയണ എനിക്ക് വേണ്ട. നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, മോളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്താ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ, സമൂസയാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്, നല്ല ചൂട് സമൂസയാ, കഴിക്ക്. അപ്പൊ നിധി പറയണ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളോട് നന്നായിട്ട് സംസാരിച്ച് നിങ്ങൾ തരുന്നൊക്കെ വാങ്ങിച്ചു കഴിക്കണം, ഞാൻ ഇനിയും പഴയതുപോലെ ഒന്നും സംസാരിക്കില്ല. അപ്പൊ ഭാസ്കരൻ പറയണ മോളെ ഒരു തവണ ഞാൻ വാക്ക് മാറ്റി, ഇനി ഞാൻ കുടിക്കുകയാണെങ്കിൽ മോൾ എന്നെ ചോദ്യം ചെയ്തു, മോളാണ് സത്യം, ഞാൻ ഇനിയും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ നിധിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനായി വരുമ്പോൾ കൈ തൊടുത് നിധി പറയുന്നു, അയ്യോ വേണ്ട, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്, ഇങ്ങനെ കള്ളസത്യം ചെയ്ത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ നിധി പറയണ ഞാൻ ഇങ്ങനെ പറയാതിരിക്കണമെങ്കിൽ അച്ഛൻ വാക്ക് പാലിക്കണം. വാക്ക് പാലിച്ചില്ലല്ലോ, തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് അന്ന് തന്നെ കുടിച്ചിട്ട് വന്നില്ലേ, ഞാൻ എന്തിനാ നിങ്ങളോട് സംസാരിക്കണം, ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കില്ല. അങ്ങനെ നിധി റൂമിലേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയണ മോളെ സമൂസ, നല്ല ചൂട് സമൂസയാ. നികേഷിന്റെ അരികിലേക്ക് വന്ന് ഭാസ്കരൻ പറയണ എടാ നിനക്ക് സമൂസയും ബിസ്ക്കറ്റും ഒക്കെ ഇഷ്ടമല്ലേ, കഴിക്ക്. നികേഷ് മുഖം തിരിക്കുമ്പോൾ ഹരീഷിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, നീ കഴിക്കുന്നോ? ഹരീഷും മുഖം തിരിക്കുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നു. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇയാളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാൻ ഒരു വഴിയില്ലേ? അപ്പൊ സുഭാഷ് പറയണ സുധീഷ് ചുമ്മാ ഓരോന്ന് പറയല്ലേ. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്